ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ലൈൻസിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് ലൈൻ ആൻഡ് പോയിന്റ് എന്ന ഭാഗമാണ്. ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനകത്ത് രണ്ട് ഞാണുകൾ വരച്ചിട്ടുണ്ട്, എ ബിയും എക്സ് വൈയും. നമ്മൾ പഠിച്ച കാര്യം എന്താണ്? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു എ പി ഇൻറ്റു പി ബി. ഇത് നമുക്കറിയാമല്ലോ. ഇനി എ പി എന്താണ്? എ മുതൽ പി വരെ. എ പിക്ക് പി എന്നും എഴുതാം കേട്ടോ, തിരിച്ചും പേര് കൊടുക്കാം. എ മുതൽ പി വരെ, അത് തന്നെയാണല്ലോ പി മുതൽ എ വരെ. ഇനി എ പി എന്ന് പറയുന്നത് ഈ എ ബി സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന, കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്യുന്ന. അപ്പോൾ എ മുതൽ ഒ വരെയുള്ള ദൂരത്തിന് റേഡിയസ് ആർ എന്ന് എടുത്തു, ആരം ആർ എന്ന് എടുത്തു. ഒ മുതൽ പി വരെയുള്ളതിന് ഡി എന്ന് എടുത്തു. അപ്പോൾ എ മുതൽ പി വരെയുള്ളതിന് ആർ പ്ലസ് ഡി എന്ന് എഴുതാമല്ലോ, ആർ പ്ലസ് ഡി എന്ന് എഴുതാം. ഇൻറ്റു ഇനി പി ബി, പി ബി ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒ മുതൽ ബി വരെയുള്ള ദൂരം റേഡിയസ് തന്നെയാണെന്ന് അറിയാം. അതിൽ നിന്ന് ഈ ഡി എന്ന ഭാഗം കുറച്ച് കഴിഞ്ഞാൽ ബി പി കിട്ടുമല്ലോ. അപ്പോൾ ആർ മൈനസ് ഡി എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി നമ്മൾ ഐഡന്റിറ്റി പഠിച്ചതാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ പി എക്സ് ഇൻറ്റു പി വൈ എന്നുള്ളതിന് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഇനി വേറൊരു സർക്കിൾ ഞാൻ വരയ്ക്കാം. ഈ സർക്കിളിൽ നമ്മുടെ കോഡ് ഞാൻ എ ബിക്ക് ലംബമായിട്ടാണ് എക്സ് വൈ വന്നിരിക്കുന്നത്. ഇവിടെ ലംബമല്ല, ഇവിടെ ലംബമാണ്. ഇനി ഈ എ ഒ ആണല്ലോ റേഡിയസ്, അത് തന്നെയാണല്ലോ ഒ എക്സും റേഡിയസ്. ഒ മുതൽ പി വരെയുള്ള ദൂരമാണ് ഡി. ഇവിടെ എടുത്തിരിക്കുന്ന അതേ സെയിം സംഗതികൾ തന്നെ. ഇനി നമുക്ക് വേണ്ടത് പി എക്സ് ആണ്. കാരണം പി എക്സും പി വൈയും തുല്യമാണെന്ന് നമ്മൾ പഠിച്ചു. കാരണം ഇതെന്താ? ലംബമാണ്. ലംബവുമാണ്, ബൈസെക്റ്റും ചെയ്യും അല്ലെ, രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുമല്ലോ. അപ്പൊ നമുക്ക് പി എക്സും പി വൈയും സെയിം ആയിട്ട് കിട്ടും. അപ്പൊ പി എക്സ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താ പൈതഗോറസ് തിയറം പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ. അപ്പോൾ കർണമായിട്ട് എന്താ വന്നിരിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് ആറാണ് വന്നിരിക്കുന്നത്. ആർ സ്ക്വയർ ഈക്വൽ ടു ബേസ് ആണ് പി എക്സ്. ക്ലിയർ ആവുന്നുണ്ടോ? പാദം പി എക്സും ലംബം ഡിയും ആണല്ലോ. അപ്പൊ പി എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആർ സ്ക്വയർ എന്നിട്ടാണ് പ്ലസ് ഡി സ്ക്വയർ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകേണ്ട, മൈനസ് ഡി സ്ക്വയർ അല്ലെ. അപ്പൊ പി എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതാവല്ലോ. അല്ലെങ്കിൽ പി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ എന്ന് എഴുതാവല്ലോ. കാരണം എന്താ? പി എക്സും പി വൈയും സെയിം ആണ്. അപ്പൊ പി എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഇവിടെ എന്താണ് കിട്ടിയത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിലും സെയിം തിങ് ആണ്. ഇനി ഈ രണ്ട് കേസിലും നമുക്ക് പോയിന്റ് എടുത്തത് അകത്താ അല്ലെ. അതായത് രണ്ട് കോഡുകളും മീറ്റ് ചെയ്ത പോയിന്റ് അകത്താണ് കിടക്കുന്നത്. പി എന്ന പോയിന്റ് സർക്കിളിന്റെ അകത്താണ് കിടക്കുന്നത്. ഈ രണ്ട് ഞാണുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പി, അത് വൃത്തത്തിനകത്താണ് കിടക്കുന്നത്. ഈ കേസിലും അതുപോലെ തന്നെയാണല്ലോ. രണ്ട് ഞാണുകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് പി അകത്താണല്ലോ. ഇനി അത് പുറത്ത് വന്നാൽ എന്തായിരിക്കും നോക്കാം. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ കോഡുകളാണ് എ ബിയും എക്സ് വൈയും. അത് രണ്ടും കൂടെ പുറത്ത് വന്നാണ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി. ഇവിടെയും നമുക്ക് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ എന്ന് എഴുതാം. കാരണം ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്കും ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിളുകൾ സെയിം ആണ്. കാരണം എ എക്സ് എന്നുള്ള ആർക്കിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ഈ ആംഗിളും സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യാൻ സാധിക്കും. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ എന്ന് നമുക്ക് കിട്ടും. ഇതങ്ങ് ഓർത്തിരുന്നാൽ മാത്രം മതി. എല്ലായിടത്തും സെയിം ഇക്വേഷനാണ്, സെയിം പേരും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറന്നു പോകത്തില്ല.
ഇനി പി എ എന്ന് പറഞ്ഞാൽ പി മുതൽ എ വരെയുള്ള ദൂരം, പി ബി എന്ന് പറയുമ്പോൾ പി മുതലാണ് ബി വരെ. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അകത്ത് വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരികയില്ല, പുറത്തേക്ക് എടുക്കുമ്പോൾ അത് തെറ്റിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പം നമ്മൾ എന്തൊക്കെ കേസുകൾ പഠിച്ചു, എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു. അതായത് രണ്ട് കോഡുകൾ, രണ്ട് ഞാണുകൾ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യും. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പി ആണ്, പെർപെൻഡിക്കുലർ അല്ല. ഇവിടെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു, കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് പെർപെൻഡിക്കുലറും ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരുന്നതും ആണെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. കാരണം പി എക്സും പി വൈയും തുല്യമാണ്. ഇവിടെ പി എ ഈ പോയിന്റ് ആണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി വൈ എന്ന് എഴുതാം. ഇനി ഈ കേസ് ഒന്ന് നോക്കിക്കേ. ഇവിടെയും പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി എ സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇത് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്, അതായത് ഈ കോഡ് ഇത് സെന്ററിലേക്ക് കൂടെ പാസ് ചെയ്താലും അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കാൻ നേരത്തെ എടുത്ത പോലെ തന്നെ സെൻട്രൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ളത്, അതായത് റേഡിയസ് ആറും സെൻട്രൽ നിന്ന് പുറത്തെ പോയിന്റിലേക്കുള്ളത് ഡിയും നമ്മളിവിടെ എടുത്ത പോലെ തന്നെ സെൻട്രൽ നിന്ന്, അതായത് റേഡിയസ് ആറും സെൻട്രൽ നിന്ന് ആ മീറ്റിംഗ് പോയിന്റിലേക്ക് പി എന്ന പോയിന്റിലേക്ക് എടുത്ത ദൂരം ഡിയും. അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മട്ടത്രികോണോ. കാരണം എന്താ? റേഡിയസും ടാൻജന്റും പെർപെൻഡിക്കുലർ ആണ്, ആരവും തൊടുവരയും ലംബങ്ങളാണ്. അപ്പൊ നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. അതായത് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം ഡി ആണ് അല്ലെ. അപ്പൊ ഡി സ്ക്വയർ ഈക്വൽ ടു പാദം ഏതെങ്കിലും ഒന്നെടുക്കാം, പി എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എഴുതാമല്ലോ. അപ്പൊ പി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണല്ലോ. നമുക്കറിയാവുന്ന ഐഡന്റിറ്റി എന്താ? ഡി സ്ക്വയർ മൈനസ് ആർ സ്ക്വയറിന് ഡി പ്ലസ് ആർ ഇൻറ്റു ഡി മൈനസ് ആർ എന്ന് എഴുതാം. ഇനി ഡി പ്ലസ് ആർ എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഡി, ഇതും ആറ് തന്നെയല്ലേ, ഇത്രയും റേഡിയസ് ആണല്ലോ. അപ്പൊ ഡി പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ പി വൈ അല്ലേ. അപ്പൊ ഇതിനെ പി വൈ ഇൻറ്റു ഡി മൈനസ് ആർ, ഈ ഡിയിൽ നിന്ന് ഇത്രയും ആണല്ലോ ആറ് അല്ലെ, അത് കുറയ്ക്കുമ്പോ എന്ത് കിട്ടും? പി എക്സ് കിട്ടുമല്ലോ. അപ്പൊ ഇതിനെ എന്തെഴുതാം? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു പി എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. പഴയത് തന്നെ കിട്ടിയില്ലേ. അപ്പോൾ ഈ എല്ലാ കേസിലും നമ്മൾ ഒരൊറ്റ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കേസിൽ വേണമെങ്കിലും പ്രോബ്ലം ചോദിക്കാം. ഇനി നമുക്ക് പേജ് നമ്പർ 222 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ കട്ട്സ് എ കോഡ് ഇൻറ്റു 2 പാർട്സ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? അപ്പൊ ഞാനിവിടെ സെന്ററിനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അളവുകൾ എഴുതിയിട്ടുണ്ട്. 3 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഞാൻ ഇതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നമുക്ക് നമ്മുടെ ഫിഗറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ പി, ഓർക്കുന്നുണ്ടല്ലോ. ഈ പോയിന്റ് എക്സും വൈയും ആണല്ലോ. അപ്പൊ പി എക്സ് ഇൻറ്റു പി വൈ നമ്മൾ ആദ്യം പഠിച്ചു. പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു എന്താണ്? ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. ഓർക്കുന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ ഈ ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ മറന്നുപോയാൽ ആർ പ്ലസ് ഡി ഇൻറ്റു ആർ മൈനസ് ഡി എന്നെങ്കിലും ഓർക്കുക. എന്നിട്ട് ആ ഐഡന്റിറ്റിന്ന് ഇതിലേക്ക് വന്നാൽ മതി. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു മറ്റേതിനും പേര് കൊടുക്കുക, പി എ ഇൻറ്റു പി ബി, അങ്ങനെ ചെയ്താലും മതി. ഓക്കെ. അപ്പൊ പി എക്സ് എത്രയാണ്? 3 ഇൻറ്റു പി വൈ 1 ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ എത്രയാണ്? റേഡിയസ് തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ആർ സ്ക്വയർ റേഡിയസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട, മൈനസ് ഡി സ്ക്വയർ. ഡി ആണ് ഈ 2 സെന്റിമീറ്റർ. 2 സ്ക്വയർ. അപ്പൊ 3 1s are 3 ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 4. 2 സ്ക്വയർ 4 ആണല്ലോ.
അപ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ റൈറ്റ് സൈഡിലായതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. ലെഫ്റ്റ് സൈഡിലുള്ള 3 എഴുതി. എന്നിട്ട് റൈറ്റ് സൈഡിൽ -4 ലെഫ്റ്റിലേക്ക് വന്നപ്പോൾ +4 ആയി. അപ്പോൾ 3 + 4 7 അല്ലേ? ആർ സ്ക്വയർ 7. അപ്പോൾ ആർ ഈക്വൽ ടു സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് ഇട്ടു. √7 സെന്റിമീറ്റർ. എല്ലാ സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ചോദ്യം ഇതാണ്. ഇൻ ദ പിക്ചർ എ ലൈൻ ഫ്രം ദ സെന്റർ ടു എ സർക്കിൾ മീറ്റ്സ് എ കോഡ്. ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് 2 പാർട്സ് ഓഫ് ദ കോഡ്. അതായത് ഈ കോഡിനെയാണ്, ഈ ഞാണിനെയാണ് കട്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ അല്ലെ. അപ്പോൾ ഓരോ പാർട്ടിന്റെ നീളം കണ്ടുപിടിക്കണം. ഇത് മുഴുവനും കൂടെ 4.5 ആണ് തന്നിട്ടുണ്ട്. ഈ വൃത്തത്തിന്റെ ആരം 3 ആണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ, ഡി ആണ് തന്നിരിക്കുന്നത് 2 അല്ലെ. അപ്പൊ നമ്മുടെ സമവാക്യം എഴുതാം. ഏതാണ് എക്സും വൈയും? ഇതാണ് എക്സ് വൈ. ആ കോഡിനെയാണല്ലോ കട്ട് ചെയ്യുന്നത്. ഏത് പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്? പി എന്ന പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് ആണ് പി. അപ്പൊ നമുക്ക് എന്തെഴുതാം? പി എക്സ് ഇൻറ്റു പി വൈ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ. പി എക്സ് എത്രയാണ്, പി വൈ എത്രയാണെന്ന് തന്നിട്ടില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ മുഴുവനും കൂടെ പി എക്സ് പ്ലസ് പി വൈ, പി എക്സ് പ്ലസ് പി വൈ എത്രയാണ്? 4.5 ആണ് അല്ലെ. അപ്പൊ പി വൈ 4.5 മൈനസ് എക്സ് പി എക്സ് എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ പി വൈക്ക് പകരം അതിനെ ഇട്ട് കൊടുക്കാം. അപ്പൊ പി എക്സ് ഇൻറ്റു 4.5 മൈനസ് പി എക്സ് ഈക്വൽ ടു ആർ എത്രയാണ്? റേഡിയസ് ആരം 3 ആണ്, ഡി 2 ആണ് അല്ലെ. ഈ പി എക്സിന് നമുക്ക് വല്ല വേറെ ഏതെങ്കിലും ആൽഫബറ്റ് കൊടുക്കാം, എക്സ് കൊടുക്കാം. കാരണം സ്മോൾ ലെറ്റർ എക്സ് നമുക്കിവിടെ ഒരു ബഹുപദം കിട്ടും, പോളിനോമിയൽ കിട്ടും. അപ്പോൾ 4.5 മൈനസ് എക്സ് എന്ന് കൊടുത്തു, സ്മോൾ ലെറ്റർ എക്സ് ഈക്വൽ ടു 9 മൈനസ് 4. 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4. 9ൽ നിന്ന് 4 പോകുമ്പോൾ 5 എന്ന് കിട്ടിയല്ലോ. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വന്നു? 4.5 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് കിട്ടിയല്ലോ. ഇനി ഇവിടെ ഈ 5നെ കൂടെ എല്ലാത്തിനെയും ഒരു സൈഡിൽ കൊണ്ടുവരണം. ഇവിടെ എക്സ് സ്ക്വയർ നെഗറ്റീവ് ആയതുകൊണ്ട് എല്ലാത്തിനെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ സൈഡിൽ കിടക്കുന്ന എല്ലാത്തിൻ്റെയും സൈൻ മാറും അല്ലെ. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആവും. പ്ലസ് 4.5 എക്സ് മൈനസ് 4.5 എക്സ് ആവും. പ്ലസ് 5 ഈക്വൽ ടു 0. ഇത് ക്ലിയർ ആയോ? അതായത് നമ്മൾ 5നെ അവിടെ തന്നെ നിർത്തിയിട്ട് മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്ത് കൊണ്ടുപോയപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആയി. പ്ലസ് 4.5 എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മൈനസ് 4.5. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒന്നും ഇല്ലല്ലോ, അതായത് ലെഫ്റ്റ് സൈഡിൽ 0 ആയി. അതിനെ എന്നിട്ട് ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊരു ഓൾജിബ്രൈക് ഫോം ആണ്. പക്ഷെ നമുക്ക് ഡെസിമൽ ഒന്ന് മാറ്റിയാൽ കുറച്ചും കൂടെ സിംപ്ലിഫിക്കേഷൻ എളുപ്പമാണ് അല്ലെ. അപ്പോൾ ഡെസിമൽ മാറ്റാൻ വേണ്ടി 2 കൊണ്ട് ഗുണിച്ചാലും മതിയല്ലോ. 2 കൊണ്ട് ഗുണിക്കുമ്പം 4.5ന്റെ ഇരട്ടി 9 ആയിട്ട് വന്നോളും. അപ്പോൾ ഇതിനെ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇതിന് എക്സ് സ്ക്വയറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x സ്ക്വയർ ആയി. മൈനസ് 4.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x ആയി. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ആയി. 0യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 തന്നെ. ഇനി ഇവിടെ എ എത്രയാണ്? എ 2, ബി -9, സി 10. ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്താണ് സമവാക്യം? എന്താണ് നമുക്ക് കിട്ടുന്നത്? എക്സ് ആണ് കിട്ടുന്നത്. എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a അല്ലേ. അപ്പൊ മൈനസ് ബി എത്രയാണ്? -9 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -9ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്? 2 ആണ്. സി 10 ആണ്. ബൈ 2 ഇൻറ്റു 2 ഈക്വൽ ടു 2 മൈനസ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആവുമെന്ന് പറഞ്ഞു. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 9ന്റെ സ്ക്വയർ 81. 4 ഗുണം 2 8, 8 ഇൻറ്റു 10 80 ബൈ 2 2s are 4 ഈക്വൽ ടു 9 പ്ലസ് ഓർ മൈനസ് നോക്കിക്കുക. റൂട്ട് ഓഫ് 81ൽ നിന്ന് 50 പോകുമ്പോൾ 1 അല്ലേ. അപ്പൊ √1 ആണ്. √1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ബൈ 4 പ്ലസ് ഓർ മൈനസ് ഉണ്ട്. അപ്പോൾ 9 പ്ലസ് 1 ബൈ 4 വരും.
9 മൈനസ് 1/4 വരും. 9 പ്ലസ് 1 10, 10/4 വന്നു. പിന്നെ 8/4 വന്നു. 10/4 എന്ന് പറയുന്നത് എത്രയാണ്? 5/2. 5/2. 5/2 പകുതി എന്ന് പറഞ്ഞാൽ 2.5 ആണ് അല്ലെ. 8/4 എന്ന് പറഞ്ഞാൽ 2. ഇപ്പൊ 2 വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4.5 കിട്ടുകയും ചെയ്യും അല്ലെ. അതായത് എക്സ് ആയിട്ട് കൊടുത്തത് ആരെയാണ്? പി എക്സ് എന്ന് പറയുന്നതാണ് എക്സ് അല്ലെ. അപ്പൊ പി എക്സ് 2.5 ആണെങ്കിൽ പി വൈ 2 ആയിക്കോളും. പി എക്സ് 2 കൊടുക്കുമ്പം പി വൈ 2.5 ആയിക്കോളും. അപ്പൊ 2 പാർട്ടിന്റെയും നീളങ്ങൾ കിട്ടി. ഒന്ന് 2.5, ഒന്ന് 2. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.